വീടിൻ്റെ സന്ദർശനത്തിനുമാണ്. വീടിൻ്റെ സന്ദർശനമാണ് കേന്ദ്രം പറഞ്ഞിരിക്കുന്നത്. കൃത്യമായി വീട്ടുകാരെ അവിടെ ഇരുത്തി, ഇന്നിപ്പോൾ ഷൈജുവിനൊക്കെ അന്ന് മനസ്സിലായിട്ടുണ്ടാവും, വീട്ടുകാരെ ഇരുത്തി വീടിൻ്റെ ആളുകളുമായിട്ട് ഒരുമിച്ചിരുന്ന് വളരെ കൃത്യമായി ആ ലഘുലേഖ ആ വീട്ടുകാരെ പഠിപ്പിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി അദ്ദേഹത്തിൻ്റെ ഒരു നല്ല രീതിയിലുള്ള ഒരു സംഭാഷണമുണ്ട്. നിങ്ങളിന്ന് മനസ്സിലാക്കണം, ഇത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പെരുമാറണം. എന്നിട്ട് അദ്ദേഹം പറയും, ഇതിനകത്ത് ഏതെങ്കിലും ഒന്ന് തെറ്റാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെ എന്തു വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ ശരിയാണ്, ഇതെല്ലാം ശരിയാണെന്ന് പറഞ്ഞാൽ തെറ്റാണെന്ന് പറഞ്ഞ് വീട്ടിൽ വരുന്നവരെ നിങ്ങൾ അടിച്ചു പുറത്താക്കണം, അല്ലെങ്കിൽ നിങ്ങൾ മാറ്റി നിർത്തണം. കർശനമാണ്, ശക്തമായ ഭാഷയിലാണ്. വാസ്തവത്തിൽ തൃശ്ശൂരിൽ 29-30 വീടുകളിൽ അദ്ദേഹവുമായി പോകാൻ എനിക്ക് ഭാഗ്യം കിട്ടി. സന്ദർശന സമയത്ത് വളരെ കൃത്യമായി കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പ്രതിപാദിച്ചുകൊണ്ട് അവരുടെ എല്ലാം മനസ്സിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കൂടുതൽ ആളുകൾ എന്നോട് പറഞ്ഞു, സുരേഷ് ചേട്ടനെ ഞങ്ങളുടെ വീട്ടിൽ കൂടി കൊണ്ടുവരണം. കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. എനിക്ക് തോന്നുന്നു ഇന്ന് ഈ എറണാകുളത്തും അദ്ദേഹം പല വീടുകളിലും പോയിരുന്നു. ആ കോണ്ടാക്ട് പ്രോഗ്രാമിന് ശേഷമുള്ള വികസിത സമ്മേളനം, ആ വികസിത സമ്മേളനത്തിന് ശേഷം ഇനി 3 പരിപാടിയും കൂടി നമ്മൾ വരാൻ പോവുകയാണ്. അതിലെ ഒന്നാമത്തെ പരിപാടി എന്ന് പറയുന്നത് ജൈവ കർഷകരുടെ സമ്മേളനമാണ്. ഓർഗാനിക് ഫാമിംഗ് അത് നമ്മൾ പഠിപ്പിക്കാൻ തീരുമാനിക്കുകയാണ്. രണ്ടാമത്തെ കാര്യം ജൂൺ 21 യോഗാ ദിനം. ജൂൺ 5 മുതൽ ജൂൺ 21 വരെയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ ഈ 12ാം വാർഷിക ഈ ആഘോഷ പരിപാടി, 12 വർഷത്തെ ഭരണത്തിൻ്റെ ആഘോഷ പരിപാടി നിശ്ചയിച്ചിട്ടുള്ളത്. ജൂൺ 23 മണ്ഡലാടിസ്ഥാനത്തിൽ സർവ്വമേഖലയിലും യോഗ പ്രദർശനമുണ്ടായിരിക്കും. അതിനു മുമ്പ് 2 പരിപാടി, ഒന്ന് എക്സിബിഷനാണ്, എറണാകുളം സിറ്റിയിലെ എക്സിബിഷൻ വരാൻ പോവുകയാണ്. എന്തൊക്കെയാണ് അദ്ദേഹം ചെയ്തത്, അതുപോലെ മറ്റ് 2-3 പരിപാടിയും കൂടെ നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം നാം മനസ്സിലാക്കുക, നരേന്ദ്രമോദിയുടെ 12 വർഷം, നരേന്ദ്രമോദി ഭരണത്തിൻ്റെ 12 വർഷം, അത് സ്വതന്ത്ര ഭാരതത്തിൻ്റെ ചരിത്രത്തിൽ സ്വർണ്ണ ലിപികളാൽ എഴുതി വെക്കപ്പെടേണ്ട ചരിത്രമാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല എന്ന് അനിഷേധ്യമായി നമുക്കെല്ലാവർക്കും പറയാൻ പറ്റും. ഞാനൊരൊറ്റ ഉദാഹരണം പറഞ്ഞുകൊണ്ട്, ഒരേ ഒരു ഉദാഹരണം പറഞ്ഞുകൊണ്ട് ഇവിടെ വാങ്ങാം. കാരണം ഇന്ന് ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു പദ്ധതി, രാഹുൽ ഗാന്ധി നടന്നു പ്രസംഗിക്കുകയാണ്. രാഹുൽ ഗാന്ധി മാത്രമല്ല, കോൺഗ്രസ് പ്രസംഗിക്കുന്നു, കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രസംഗിക്കുന്നു. അങ്ങനെ എല്ലാ ആൾക്കാരും, ചൈന, അതുപോലെ അമേരിക്കൻ സംഘടനകൾ, NGO-കൾ, ഇവരെല്ലാവരും എതിർക്കുകയാണ് നരേന്ദ്രമോദിയെ. ഏത് പദ്ധതിക്ക്? നരേന്ദ്രമോദിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് പദ്ധതി $11 ബില്യൺ പദ്ധതിയാണ്. അത് നടക്കുന്നത് ആൻഡമാൻ നിക്കോബാറിലാണ്. ഞാൻ ആ പദ്ധതിയെക്കുറിച്ച് മാത്രം 1 മിനിറ്റ് സംസാരിക്കാം. എന്താണ് ദ ഗ്രേറ്റ് ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റ്? വാസ്തവത്തിൽ ഭാരതം സ്വാതന്ത്ര്യം കിട്ടി 2014 വരെയുള്ള കാലഘട്ടത്തിൽ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുമ്പും ഭാരതത്തിൽ അൻഡമാനുണ്ട്, ആൻഡമാൻ നിക്കോബാർ ദ്വീപുണ്ട്. ആ ആൻഡമാൻ നിക്കോബാർ ദ്വീപിൻ്റെ പേര് മാറ്റി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാക്കി. അതൊക്കെ ശരി, പക്ഷെ എന്താണ് നരേന്ദ്രമോദിയുടെ പദ്ധതി? എന്തിനാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത്? $11 ബില്യൺ കൊണ്ട് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ പുതിയ പദ്ധതി, ദ ഗ്രേറ്റ് ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റ് എന്ന് പറയുന്നത് നയതന്ത്ര മേഖലയിൽ തന്ത്രപ്രധാനമായ സുരക്ഷയുമായി ഉൾപ്പെട്ട് ചൈനയ്ക്കെതിരായ അതിശക്തമായ ബ്ലോ, ചൈനയുടെ മണ്ടക്കടിക്കുന്ന, ഒരുപക്ഷെ ഭാരതത്തിൻ്റെ സാമ്പത്തിക രംഗത്ത് ഒരു കുതിച്ചു ചാട്ടമുണ്ടാക്കുന്ന പദ്ധതിയാണ് ദ ഗ്രേറ്റ് ആൻഡമാൻ നിക്കോബാർ പ്രോജക്റ്റ്. സമുദ്രവുമായി ബന്ധപ്പെട്ട് ഇന്ന് ലോകം മുഴുവനും വ്യാപാരം നടക്കുന്നത് കൊളംബോയിലാണ്, അല്ലെങ്കിൽ സിംഗപ്പൂരിലാണ്. കൊളംബോയിലും പോകണ്ട, സിംഗപ്പൂരിലും പോകണ്ട, ആൻഡമാൻ നിക്കോബാറിലേക്ക് വരുന്ന ആ ഒരു കയറ്റുമതി ഇറക്കുമതി, ആ ഒരു ട്രേഡുമായി ബന്ധപ്പെട്ട തുറമുഖം, അതൊരു പക്ഷേ ലോകത്തിലെ ഏറ്റവും വലിയ തുറമുഖമായി മാറാൻ സാധ്യതയുണ്ട്. അതിനേക്കാൾ വലുത് 80% ചൈനയുടെ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് നിരീക്ഷിക്കാൻ പറ്റിയ മലാക്ക ദ്വീപും, ആ ചൈനയും മലാക്ക ദ്വീപും
അതിനിടയിലുള്ള ഒരു ഹോർമൂസ് നമ്മൾ പറയില്ലേ, ആ ഇടവഴി മാതിരി വളരെ തന്ത്രപ്രധാനമായ ഇടവഴിയായി അത് ഭാരതത്തിൻ്റെ മാറാൻ പോകുകയാണ്. ചൈനയുടെ 80% എണ്ണയുടെ ഇറക്കുമതി നിരീക്ഷിക്കാൻ കഴിയുന്ന തരത്തിൽ ചൈനയുടെ പ്രതിരോധ മേഖലയെ തകർക്കാൻ പറ്റുന്ന തരത്തിലുള്ള അത്യുജ്വലമായ ഒരു ഭാഗത്ത് സാമ്പത്തിക വളർച്ച, മറുഭാഗത്ത് പ്രതിരോധ മേഖല. ചൈന ഇന്ത്യക്കെതിരെ വെച്ചിരിക്കുന്ന ദ സ്ട്രിങ് ഓഫ് പേൾസ് എന്ന് പറയുന്ന പദ്ധതിയുണ്ട്. ദ സ്ട്രിങ് ഓഫ് പേൾസ് അത് ചൈന ഇന്ത്യക്കെതിരെ വെച്ചിരിക്കുന്നത്. ആ സ്ട്രിങ് ഓഫ് പേൾസിനെതിരായിട്ട് ഡയമണ്ട് നെക്ലേസ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള പ്രോജക്റ്റാണ്, പദ്ധതിയാണ് ചൈനക്കെതിരെ ഇന്ത്യ കൊണ്ടുവന്നിരിക്കുന്നത് പ്രതിരോധ മേഖലയിൽ. അതിൻ്റെയൊക്കെ കേന്ദ്രമായിട്ടാണ് വാസ്തവത്തിൽ ദ ഗ്രേറ്റ് ആൻഡമാൻ നിക്കോബാർ പദ്ധതി വരുന്നത്. അതിനെയാണ് രാഹുൽ ഗാന്ധി എതിർക്കുന്നത്. അപ്പൊ രാഹുൽ ഗാന്ധി ആരുടെ ഭാഗത്താണ്? ഇന്ത്യയുടെ ഭാഗത്താണോ, ഡയമണ്ട് നെക്ലേസിന്റെ ഭാഗത്താണോ, അതോ ദ സ്ട്രിങ് ഓഫ് പേൾസിന്റെ ഭാഗത്താണോ എന്നുള്ളത് ഇവിടെ ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികൾ ചിന്തിക്കേണ്ടതാണ്. അതെ, സാഗർമാല. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് വികസിത ഭാരതം 2047 ആകുമ്പോഴേക്കും അണ്ടമാൻ നിക്കോബാർ പ്രോജക്റ്റിലൂടെ ലോകത്തിന്റെ വ്യാപാര കേന്ദ്രത്തെ ഭാരതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വീക്ഷണത്തോടു കൂടി നരേന്ദ്രമോദി പോകുമ്പോൾ അതിനെ എതിർക്കുന്നവർ, അതിനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ ഒരു ഭാഗത്ത് ശക്തമായി രംഗത്ത് വരുന്നു. ഈ സമയത്താണ് ഈ വികസിത ഭാരതം, ആ ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട്, സകല മേഖലയിലും വികസിത ഭാരതത്തിൻ്റെ കാഴ്ചപ്പാട് പ്രദാനം ചെയ്തുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോകുന്നത്. കേരളം അപകടകരമായ അന്തരീക്ഷത്തിലാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കടബാധ്യതയുള്ള സംസ്ഥാനം ഇന്ന് കേരളമാണ്. ആ കേരളം, കടബാധ്യതയിൽ നിറഞ്ഞു നിൽക്കുന്ന കേരളം, വികസന മുരടിപ്പിൽ നിലനിൽക്കുന്ന കേരളം, വ്യാവസായിക കാർഷിക മേഖലയിൽ തകർച്ചയുള്ള കേരളം, ഈ കേരളവുമായി നമുക്ക് എത്ര കാലം മുന്നോട്ട് പോകാം? പ്രിയപ്പെട്ടവരെ, ഈ ആഘോഷ പരിപാടിയുടെ പരിപ്രേക്ഷ്യം എന്ന് പറയുന്നത് ഇതാണ്. ഈ കാര്യം ജനങ്ങളോട് സംവദിക്കുക എന്നതാണ്. അതിനുവേണ്ടിയാണ് ബഹുമാനപ്പെട്ട പെട്രോളിയം മന്ത്രി, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ശ്രീ സുരേഷ് ഏട്ടൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് വേണ്ടി ഞാൻ വഴിമാറുന്നു. നമസ്കാരം.